നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. 2030 ലോകകപ്പ് നടക്കുന്നത് സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലാണ്. ഇതിൽ തന്നെ 2030 ലോകകപ്പിൻ്റെ ഫൈനൽ എവിടെ നടക്കണം എന്നതിനെ കുറിച്ച് ഒരു തർക്കം സ്പെയിനും മൊറോക്കോയും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് സ്പെയിനിലാണ്. അപ്പോൾ ഫൈനലും തങ്ങൾക്ക് തന്നെ വേണമെന്ന് സ്പെയിൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ തങ്ങൾക്കാണ് ഫൈനൽ വേണ്ടത് എന്ന്, തങ്ങൾക്ക് ഫൈനൽ ലഭിക്കണമെന്ന് മൊറോക്കോയും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു തർക്കം രൂക്ഷമാണ്. സ്പെയിനിലാണോ മൊറോക്കോയിലാണോ ഫൈനൽ നടക്കുക? അത് ഇനിയും തീരുമാനിക്കേണ്ടതുണ്ട്. തീരുമാനങ്ങൾ എടുക്കുന്ന ഫിഫയാണ്. ലോകകപ്പുമായി ബന്ധപ്പെട്ട് ഏത് തീരുമാനം ഫിഫയുടേതാണ്. അപ്പോൾ ഫിഫ ഇപ്പോഴും അതിലൊന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം ഇനി 4 വർഷം ബാക്കിയുണ്ട്. പക്ഷേ അതിനകത്ത് സ്പെയിനും മൊറോക്കോയും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. ഈ ഫൈനൽ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പുഷ്, അവർ കാര്യമായ സമ്മർദ്ദം 2 രാജ്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ സ്പെയിനിൽ 2 സ്റ്റേഡിയങ്ങളാണ് ഫൈനലിന് വേണ്ടി ആലോചിക്കുക. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിനിന് കിട്ടുകയാണെങ്കിൽ അതൊന്ന് ബാഴ്സലോണയുടെ ക്യാമ്പ് നൗവും റയൽ മാഡ്രിഡിൻ്റെ ബെർണബൂവുമാണ്. അപ്പോൾ ഇതിൽ ഈ 2 ഏതിലെങ്കിലും ഒന്നിൽ വെച്ച് ഫൈനൽ നടത്തണം എന്നുള്ള നിലപാടിലാണ് സ്പെയിൻ. അതിന് ആദ്യം ഈ ഫൈനൽ ഞങ്ങൾക്ക് കിട്ടി എന്ന് സ്പെയിൻ ഉറപ്പുവരുത്തണം. അപ്പോൾ സ്പെയിനിൻ്റെ അധികാരികൾ തന്നെ പേര് പുറത്ത് പറയാൻ പാടില്ല അവരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും അവർ രഹസ്യമായി ചില വിവരങ്ങൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ദ അറ്റ്ലാന്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സ്പെയിനിൻ്റെ സ്പോർട്സ് ഫുട്ബോൾ അധികൃതർ തന്നെ പറയുന്നുണ്ട്. അതായത് റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ ചില അധികൃതർ തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ നിലപാടിൽ കുറച്ച് മയമില്ലാതെ വന്നിരിക്കുന്നു. കാരണം മൊറോക്കോ കാര്യമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അത് കൃത്യമായി ഇങ്ങനെയാണ് പറയുന്നത്: 18 months ago it was impossible for Bernabeu to lose the 2030 ഫൈനൽ. 18 മാസം മുമ്പ് ബെർണബ്യൂവിന്, അതായത് സ്പെയിനിന് ഫൈനൽ നഷ്ടപ്പെടുക എന്നത് ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത കാര്യമായിരുന്നു 18 മാസം മുമ്പ്. പക്ഷേ ഇപ്പോഴോ, ബട്ട് ടുഡേ ഐ വുഡൻ ബി സർപ്രൈസ്ഡ് ആസ് ദ RPA's പൊസിഷൻ ഈസ് വെരി വീക്ക്. അതായത് റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഫൈനൽ വേണമെന്ന ആവശ്യത്തിൽ വളരെ ദുർബലമാണ്. കാരണം മൊറോക്കോയുടെ ആവശ്യം വളരെ ശക്തമാണ് എന്നതാണ് അത് പറയുന്നത്. 18 മാസം മുമ്പാണെങ്കിൽ എന്തായാലും സ്പെയിനിന് കിട്ടും എന്ന് തന്നെയാണ് സ്പെയിൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നിലവിൽ മൊറോക്കോയുടെ അത്രമേൽ സമ്മർദ്ദം കാരണം സ്പെയിനിൻ്റെ ഈ കാര്യത്തിലുള്ള നില വളരെ ദുർബലമാണ് എന്ന് ഈ അധികൃതർ തന്നെ പറയുന്നുണ്ട്. കാരണം ഇതിന് പ്രത്യേകിച്ച് കാരണം ലോകകപ്പിന് വേണ്ടി മൊറോക്കോ നടത്തുന്ന ഒരുക്കങ്ങളാണ്. മൊറോക്കോ അതിഗംഭീരമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അതായത് ഈവൻ ബിഫോർ ഫിഫ ഹാഡ് ഒഫീഷ്യലി റബ്ബർ സ്റ്റാമ്പ്ഡ് മൊറോക്കോസ് വേൾഡ് കപ്പ് കോഹോസ്റ്റ് സ്റ്റാറ്റസ്. അതായത് സംയുക്ത ആതിഥേയത്വത്തിന് മൊറോക്കോയ്ക്ക് അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ മൊറോക്കോ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ലോകകപ്പ് ഹോസ്റ്റ് ചെയ്യാൻ, ലോകകപ്പ് ആതിഥേയത്വം വഹിക്കാനുള്ള. അതായത് 1,15,000 സീറ്റുകളുള്ള സ്റ്റേഡിയം പണിയാൻ അവർ തുടങ്ങിയിരുന്നു. ആതിഥേയത്വം കിട്ടുമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ 1,15,000 സീറ്റുകൾ ഉള്ള ഒരു സ്റ്റേഡിയം പണിയാൻ അവർ തുടങ്ങിയിരുന്നു. അതായത് കാസാബ്ലാങ്കയ്ക്ക് അടുത്താണത്. മൊറോക്കോയിലെ കാസാബ്ലാങ്കയ്ക്ക് അടുത്ത് സ്റ്റേഡ് ഹസൻ 2 എന്നാണ് ആ സ്റ്റേഡിയത്തിൻ്റെ പേര്. വി വാണ്ട് ദ ഫൈനൽ. അതാണ് മൊറോക്കോ പറയുന്നത്. ഞങ്ങൾക്ക് ഫൈനൽ വേണം, കാരണം ഞങ്ങളാണ് കൂടുതൽ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. We know that for many the Bernabeu is football's cathedral, but it's in the middle of a city and already built. അതായത് സ്പെയിനിലെ ബെർണബ്യൂ റയൽ മാഡ്രിഡിൻ്റെ സ്റ്റേഡിയമാണ്. ബെർണബ്യൂ ആണ് പലർക്കും ഫുട്ബോളിൻ്റെ കത്തീഡ്രൽ, അതായത് ഫുട്ബോളിൻ്റെ വലിയ കേന്ദ്രം എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അത് ഒരു നഗരത്തിന് നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല അത് നേരത്തെ തന്നെ പണിതതുമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പുതുതായി പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട്. ഫിഫയുടെ ആവശ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുക മൊറോക്കോയിൽ പുതുതായി പണിയുന്ന സ്റ്റേഡിയത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫൈനൽ തരണം.
ഫിഫ ആവശ്യപ്പെടുന്ന എല്ലാം ആ സ്റ്റേഡിയത്തിൽ ഒരുക്കും. അത് ഞങ്ങളിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന, ആൾറെഡി പണിത് കഴിഞ്ഞ ബെർണബ്യൂവിൽ അത് നടക്കില്ല. ഫിഫയ്ക്ക് എന്തൊക്കെ വേണോ അതൊക്കെ പറഞ്ഞാൽ മതി, അതൊക്കെ ഞങ്ങൾ ഒരുക്കും എന്നാണ് മൊറോക്കോ പറയുന്നത്. എന്തായാലും 2030 ലോകകപ്പ് ഫൈനൽ ഈ നിലയിൽ എവിടെ നടക്കും എന്നത് വളരെ രൂക്ഷമായ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ ലോക ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നത് സ്പെയിനിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്പെയിനിന് അത് കിട്ടും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതെങ്കിലും മൊറോക്കോ ഇപ്പോൾ പറഞ്ഞതുപോലെ മൊറോക്കോ അതിഗംഭീരമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് ഫൈനൽ മൊറോക്കോയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന നിലയിലാണ് റോയൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ അടക്കം അതിൻ്റെ അധികൃതർ അടക്കം പ്രതികരിക്കുന്നത്. കാരണം മൊറോക്കോ അത്രമാത്രം ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അവർ ഏതാണ്ട് ഈ സ്റ്റേഡിയത്തിന് വേണ്ടി മാത്രം $1 ബില്യൺ $1 ബില്യൺ എന്ന് പറഞ്ഞാൽ $100 കോടി. $100 കോടി ഈ സ്റ്റേഡിയത്തിന് വേണ്ടി മാത്രം വകയിരുത്തിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. ആ നിലയിലുള്ള വലിയ ഒരുക്കുമാനങ്ങൾ. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ $100 കോടി ഒരു സ്റ്റേഡിയത്തിന് തന്നെ മാറ്റിവെക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഗംഭീരമാണ് മൊറോക്കോയുടെ ശ്രമങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതായത് ഗവൺമെൻറ് ഫണ്ടിങ് ഓഫ് അബൌട്ട് $1 ബില്യൺ വാസ് പ്രൊവൈഡഡ് ഫോർ ദ ന്യൂ സ്റ്റേഡിയം. അതായത് ഡോളറല്ല, $1 ബില്യൺ എന്നാണ് ഞാൻ പറഞ്ഞത്. €1 ബില്യൺ. അത് തന്നെ $100 കോടി ആണ്. വലിയ തുകയാണത്. അപ്പോൾ ആ തുക സ്റ്റേഡിയത്തിന് അനുവദിച്ചിരിക്കുകയാണ് മൊറോക്കോ ഗവൺമെൻറ്. അപ്പോൾ അത്തരം വലിയ ഒരുക്കുമാനങ്ങൾ മൊറോക്കോ നടത്തുമ്പോൾ ഈ ഫൈനൽ അത് വലിയ അത്ഭുതത്തോടെ ആകാംക്ഷയോടെയാണ് അത് കാത്തിരുന്ന് കാണേണ്ടി വരും. സ്പെയിനാണോ കിട്ടുക, മൊറോക്കോക്കെയാണോ കിട്ടുക? സ്പെയിനെ വെട്ടി മൊറോക്കോക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ സ്വാഭാവികമായിട്ടും ആ ബലാബലത്തിൽ മൊറോക്കോയുടെ വിജയം അത്ഭുതകരമായിരിക്കും. അത് വല്ലാതെ ഞെട്ടിക്കുന്നതായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം.